മൊജ്തബ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായതിനു പിന്നാലെ ഇസ്രയേലിന് നേരെ ഇറാന്റെ ആദ്യ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിനിടെ മൊജ്തബയുടെ സ്ഥാനാരോഹണം കഴിഞ്ഞ് നൂറുകണക്കിന് ക്ലസ്റ്റർ ബോംബുകളാണ് ടെൽ അവീവും ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളും ലക്ഷ്യമാക്കിയെത്തിയത്. ടെൽ അവീവിലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടും ആക്രമിച്ചതായി വാർത്തകളുണ്ട്. മൊജ്തബ അധികാരത്തിലെത്തിയാൽ ഇറാന്റെ നിലനിൽപ്പിനായുള്ള പ്രത്യാക്രമണം കൂടുതൽ കടുത്തതായിരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനാണിപ്പോൾ തുടക്കമായിരിക്കുന്നത്. കാരണം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും ഇത്രനാളും ഇറാന്റെ യുദ്ധകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. അലി ഖമേനി മതപരമായി ഏറെ ഉയർന്ന സ്ഥാനമായ ആയത്തുള്ള പദവി കൈവശം വെച്ചിരുന്നുവെങ്കിലും മൊജ്തബ ഖമേനിയുടെ മതപരമായ യോഗ്യതകൾ എപ്പോഴും ചർച്ചയായ വിഷയമായിരുന്നു. ഗോമിലെ ദൈവശാസ്ത്ര കേന്ദ്രങ്ങളിൽ പഠനം നടത്തിയ അദ്ദേഹം ഒരു മധ്യനിര പുരോഹിതനായ ഹോജ് തോളസ്ലാം എന്ന നിലയിലാണ് സാധാരണയായി അറിയപ്പെട്ടിരുന്നത്. പരമ്പരാഗതമായി സുപ്രീം ലീഡർ സ്ഥാനത്തിന് അനുയോജ്യമെന്ന് കരുതപ്പെടുന്ന ഉയർന്ന മതപദവി അദ്ദേഹത്തിനില്ല എന്നത് പല നിരീക്ഷകരെയും അതിശയിപ്പിച്ചു. എന്നിരുന്നാലും മതപരമായ പദവികളെക്കാൾ ശക്തമായ രാഷ്ട്രീയ സുരക്ഷാ ബന്ധങ്ങളാണ് അദ്ദേഹത്തെ അധികാരത്തിന്റെ ശൃംഖലയിലേക്ക് എത്തിച്ചതെന്നാണ് പല വിശകലനങ്ങളും പറയുന്നത്. ഇറാനിലെ അധികാര രാഷ്ട്രീയത്തിൽ മൊജ്തബ ഖമേനി പല വർഷങ്ങളായി ഒരു നിഴൽ പോലെ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സുപ്രീം ലീഡറുടെ ഓഫീസ് ഒരു കോട്ട പോലെ നിയന്ത്രിച്ചിരുന്ന വ്യക്തി അദ്ദേഹം തന്നെയാണെന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. ഉപ്പും കുരുമുളകും കലർന്ന താടി, കറുത്ത തലപ്പാവ്, സയ്യിദ് വംശാവലിയുടെ അടയാളങ്ങൾ എന്നിവയോടെ കാണപ്പെടുന്ന ഈ പുരോഹിതൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ വളരെ അപൂർവമായാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും IRGC നിയമനങ്ങൾക്കും ഇടയിൽ ഒരു നിർണായക കണ്ണിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നുവെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. അധികാരത്തിനൊപ്പം സമ്പത്തിന്റെയും ചർച്ചകൾ മൊജ്തബ ഖമേനിയെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ആസ്തികളും നിക്ഷേപങ്ങളും ഉൾപ്പെടുന്ന വലിയ സാമ്പത്തിക ശൃംഖലയെ അദ്ദേഹം നിയന്ത്രിക്കുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം ഈ സ്വത്തുക്കളുടെ മൂല്യം ബില്യൺ ഡോളറുകൾ വരെ എത്താമെന്നാണ് വിലയിരുത്തൽ. വ്യക്തിപരമായ സമ്പത്ത് $100 മില്യൺ ആകാമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊജ്തബ ഖമേനിയുടെ രാഷ്ട്രീയ നിലപാടുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വിഷയമാണ്. ചില അമേരിക്കൻ വിശകലന വിദഗ്ധർ പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനേക്കാൾ കൂടുതൽ കടുത്ത നിലപാടാണ് മൊജ്തബ സ്വീകരിക്കാനിടയുള്ളതെന്ന്. ഇറാന്റെ ആണവശേഷി ശക്തിപ്പെടുത്തുന്നതിൽ കൂടുതൽ ആക്രമണാത്മക സമീപനം അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമാകാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മറ്റൊരു വിവാദം അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ്. ചോർന്ന നയതന്ത്ര രേഖകൾ പ്രകാരം 2004 മുതൽ 2008 വരെ വന്ധ്യതാ ചികിത്സയ്ക്കായി അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡത്തിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് നിരവധി യാത്രകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇറാനിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. അമേരിക്കയുമായുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 2019 ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അമേരിക്കൻ ട്രഷറി വകുപ്പ് മൊജ്തബ ഖമേനിക്കെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഔദ്യോഗിക സർക്കാർ പദവി ഇല്ലാതിരുന്നിട്ടും ഇറാന്റെ സുപ്രീം ലീഡറുടെ ഓഫീസിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണെന്നായിരുന്നു അമേരിക്കയുടെ വിലയിരുത്തൽ. ഇറാന്റെ സുരക്ഷാ സേനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയായി അദ്ദേഹം തന്റെ പിതാവിന്റെ പ്രാദേശിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ആഭ്യന്തര നിയന്ത്രണങ്ങളും നടപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്നുമായിരുന്നു അമേരിക്കയുടെ ആരോപണം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉയർച്ച പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. US ഇസ്രയേൽ സംഘർഷങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ നേതാവായി അദ്ദേഹം രംഗത്തെത്തുന്നത് ലോക രാഷ്ട്രീയത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇസ്രയേൽ അദ്ദേഹത്തിന് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാവി നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുകയാണ്. കൂടാതെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ഇതിനകം തന്നെ അവരുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച്
ആണവ ബോംബിന് പകരം ഡേർട്ടി ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞതായാണ് CIA-യും മൊസാദും സംശയിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ട് ഇത്തരം വിനാശകാരികളായ ബോംബുകൾ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ കഴിയുമെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ പുതിയ ഭയങ്ങൾ ഉയർത്തുന്നതാണ്. ഒരു രാജ്യത്തിന് ആവശ്യത്തിന് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, സ്ഫോടനാത്മക സാങ്കേതിക വിദ്യ, ശാസ്ത്രീയ വൈദഗ്ധ്യം എന്നിവയുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഒരു ഡേർട്ടി ബോംബ് വികസിപ്പിക്കാൻ കഴിയും. ഇറാന് നിലവിൽ ഒരു ആണവ പദ്ധതിയുണ്ട്. അതിനാൽ തന്നെ അത് നിർമ്മിച്ചിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ജൂണിൽ നടന്ന 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇറാൻ ഈ വഴിക്ക് നീങ്ങിയതായാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മുൻപ് നടന്ന സംഘർഷത്തിൽ അമേരിക്കൻ B-2 ബോംബറുകൾ ഇറാന്റെ ആണവ നിലയത്തെ ആക്രമിച്ചിട്ട് പോലും സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയ ആക്രമണമായിരുന്നു അത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇറാനിൽ 440.9 കിലോഗ്രാം, അതായത് 972 പൗണ്ട് ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്നാണ്. ഒരു ആണവായുധം നിർമ്മിക്കുന്നതിന് റേഡിയോ ആക്റ്റീവ് ലോഹം 90% എന്ന ആയുധ ഗ്രേഡ് ലെവലിലായിരിക്കണം വേണ്ടത്. നിലവിൽ ഇറാന്റെ കൈവശമുള്ള യുറേനിയത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് 60%. IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുടെ അഭിപ്രായത്തിൽ അത്തരം വസ്തുക്കൾ കൈവശം വെക്കുന്നത് ഇറാന്റെ കൈവശം ഒരു ആണവായുധമുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ലെന്നും കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ നിരവധി ബോംബുകൾ നിർമ്മിക്കാൻ തീർച്ചയായും അവർക്ക് കഴിയും. ഈ രംഗത്തെ ഇറാന്റെ മുന്നേറ്റം എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും ഇസ്രയേലിന് പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങളും ഇറാന്റെ പ്രതികാര ആക്രമണങ്ങളും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ഒരു ഡേർട്ടി ബോംബ് പ്രയോഗിക്കുമോ എന്ന ചോദ്യം പശ്ചിമേഷ്യയുടെ ചങ്കിടിപ്പ് ഏറ്റുന്നതാണ്. ഇനി നമുക്ക് ഡേർട്ടി ബോംബ് എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി പരിശോധിക്കാം. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഡേർട്ടി ബോംബ് എന്നത് ഡൈനാമിറ്റ് പോലുള്ള സാധാരണമായ സ്ഫോടക വസ്തുക്കളുമായി റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെ സംയോജിപ്പിക്കുന്ന ഒരുതരം റേഡിയോ ആക്റ്റീവ് ഡിസ്പേഴ്സണൽ ഉപകരണമാണ്. അതിനെ RDD എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. മിക്ക RDDകളും മനുഷ്യരെ കൊല്ലാനോ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കാനോ ആവശ്യമായ വികിരണം പുറപ്പെടുവിപ്പിക്കുന്നില്ലെങ്കിലും പരമ്പരാഗതമായ സ്ഫോടക റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെക്കാൾ വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നതാണ്.